ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 4-ാമത്തെ പാഠം അദ്ദർസു റാബിഉ ഖലീലുല്ലാ, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ. ഇനി നമുക്ക് പാഠം വായിക്കാം. അബ്ദുള്ളയും ആയിഷയും നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും വീട്ടിലുണ്ട്. നാളെ വലിയ പെരുന്നാളാണ്. ഉപ്പയും ഇക്കാക്കമാരും എല്ലാം പെരുന്നാളിന് വന്നതാണ്. ഉമ്മയും ഇത്താത്തയും മൈലാഞ്ചി ഇട്ടു. ഇത്താത്തയാണ് മൈലാഞ്ചിയുടെ ഇല പറിച്ച് അരച്ചെടുത്തത്. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആയിഷയും അബ്ദുള്ളയും നേരത്തെ ഉറങ്ങി. എല്ലാവരും നേരത്തെ എഴുന്നേറ്റു. മസ്ജിദിൽ നിന്ന് സുബ്ഹിൻ്റെ അദാൻ മുഴങ്ങി. ഉപ്പയും അബ്ദുള്ളയും മസ്ജിദിലേക്ക് പോയി. ബലിപെരുന്നാൾ ദിവസം അബ്ദുള്ളയും ആയിഷയും സന്തോഷത്തിലായിരുന്നു. ഉമ്മയും ഇത്താത്തയും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ നേരത്തെ ഉറങ്ങി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് മസ്ജിദിൽ നിന്ന് സുബ്ഹി ബാങ്ക് മുഴങ്ങിയപ്പോൾ ഉപ്പയും അബ്ദുള്ളയും മസ്ജിദിലേക്ക് പോയി. പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് പോയി. ബാക്കി നോക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ പെരുന്നാളിൻ്റെ തക്ബീർ മുഴങ്ങി. എന്താണ് രണ്ടാമതും അദാൻ കേൾക്കുന്നത്? ആയിഷ വലിയുമ്മയോട് ചോദിച്ചു. അത് ബലിപെരുന്നാളിൻ്റെ തക്ബീറാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് തക്ബീർ മുഴങ്ങി. പെരുന്നാൾ ദിവസം പള്ളിയിൽ നിന്ന് തക്ബീർ മുഴങ്ങി. രണ്ടാമതും ബാങ്ക് കേൾക്കുന്നുണ്ടോയെന്ന് ആയിഷ ചോദിച്ചപ്പോൾ അത് ബലിപെരുന്നാളിൻ്റെ തക്ബീറാണെന്ന് വലിയമ്മ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സ്മരണയാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വയസ്സായി, കുട്ടികളുണ്ടായില്ല. കുഞ്ഞിനു വേണ്ടി അല്ലാഹു തആലയോട് ദുആയിരുന്നു. അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഇസ്മായിൽ എന്ന കുഞ്ഞിനെ പ്രസവിച്ചു. ഇനി നമുക്ക് പാഠം നോക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സ്മരണയാണ്, ഓർമ്മയ്ക്കാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കാനാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരുപാട് കാലം വയസ്സായി, കുട്ടികളുണ്ടായില്ല. ഇബ്രാഹിം നബിക്ക് പ്രായമായി, കുട്ടികളുണ്ടായില്ല. കുഞ്ഞിന് വേണ്ടി അല്ലാഹു തആലയോട് ദുആ ചെയ്തു. അവസാനം അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. ഹാജർ ബീവി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഇസ്മായിൽ എന്ന കുഞ്ഞിനെ പ്രസവിച്ചു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് ഇബ്രാഹിം നബിയുടെ മൂത്ത പുത്രൻ. ബാക്കി ഭാഗം നോക്കാം. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം അവർ ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് പോയി. അവിടെ അന്ന് വെള്ളവും മറ്റു സൗകര്യങ്ങളും ഇല്ലായിരുന്നു. പുഴയും തോടും കിണറും കുളവും ഒന്നുമില്ലായിരുന്നു. ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും മകനെയും കഅബയുടെ അടുത്താക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനത്തിനു വേണ്ടി ഷാമിലേക്ക് പോയി. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം മക്കയിലെത്തി. അവിടെ ഹാജർ ബീവിയെയും പിഞ്ചു കുഞ്ഞായ ഇസ്മായിലിനെയും ആക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനത്തിന് വേണ്ടി ഷാമിലേക്ക് തിരിച്ചുപോയി. അന്ന് അവിടെ വെള്ളവും മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. പുഴയും തോടും കിണറും ഒന്നുമില്ലായിരുന്നു. അവിടെ ജനങ്ങളോ വീടുകളോ യാതൊന്നുമില്ലായിരുന്നു. വിജനമായ ഒരു പ്രദേശത്ത് ഹാജർ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും തനിച്ചാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രബോധനത്തിന് വേണ്ടി പോയി. കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം ദാഹിച്ചു കരഞ്ഞു. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ വെള്ളം അന്വേഷിച്ച് സഫ മർവ മലകൾക്കിടയിലൂടെ ഓടി. ചുറ്റും നോക്കി, ആരെയും കാണാനില്ല. എവിടെയും വെള്ളമില്ല. അതിനിടയിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്തു നിന്ന് സംസം ഉറവ പൊട്ടിയത്. ഹാജർ ബീവി ചുറ്റും നോക്കി വെള്ളം അന്വേഷിച്ചു. സഫ മർവ മലകൾ, 2 മലകളാണ്. ആ മലകളുടെ ഇടയിലൂടെ ഹാജർ ബീവി ഓടി വെള്ളം അന്വേഷിച്ചുകൊണ്ട്, വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയി.
ഹാജർ ബീവിയുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു, ഈത്തപ്പഴം തീർന്നു. പിന്നെ അവരുടെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, ഭക്ഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. വിശപ്പും ദാഹവും കൊണ്ട് അവശയായി ഹാജറ ബീവി 4 ഭാഗം നിരീക്ഷിച്ചു. എവിടെയും വെള്ളമില്ലായിരുന്നു. അതിനിടയിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച പിഞ്ചു കുഞ്ഞ് കടന്നിരുന്ന സ്ഥലത്ത് നിന്നും ആ പിഞ്ചു കുഞ്ഞിൻ്റെ കാൽപാദങ്ങൾക്കടിയിൽ നിന്നും സംസം ഉറവ പൊട്ടിയത്. അവർ വെള്ളം കുടിച്ച് ദാഹം തീർത്തു. വെള്ളം ധാരാളമായി ഒഴുകി. പാച്ചിലുണ്ടാവുമെന്ന് ഭയന്ന് വെള്ളം കെട്ടി നിർത്തി. അതിൻ്റെ ഒഴുക്ക് നിന്നു. സംസം പുണ്യജലം ഇന്നും മനുഷ്യർക്ക് ശമനം നൽകി നിൽക്കുന്നു. ആ സമയത്ത് ഹാജറ ബീവി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹാജറ ബീവി വെള്ളപ്പാച്ചിലാവുമെന്ന് ഭയന്ന് വെള്ളത്തിന് തടുത്ത് നിർത്തി. അതിൻ്റെ ഒഴുക്ക് നിന്നു. ആ സംസം പുണ്യജലം ഇന്നും മനുഷ്യർക്ക് ശമനം നൽകുന്നു. ഞാൻ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന സംസം വെള്ളം നീ കുടിച്ചിട്ടില്ലേ? ഉമ്മാമ്മ ചോദിച്ചു. അതെ അതെ, അവൾ പറഞ്ഞു. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടയ്ക്കിടെ ഹാജർ ബീവിയെയും ഇസ്മായിൽ നബിയെയും കാണാൻ വരാറുണ്ടായിരുന്നു. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ അല്ലാഹു തആലയുടെ കൽപ്പനയായിരുന്നു അത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജർ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കാണാൻ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നു. കുട്ടി വളർന്നു വലുതായി. ഇതിനിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നതായിരുന്നു ആ സ്വപ്നം. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മൂത്ത പുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ബലിയർപ്പിക്കാൻ കൽപ്പിക്കുന്നതായിരുന്നു ആ സ്വപ്നം. നബിമാരുടെ സ്വപ്നം വഹിയിൻ്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിൻ്റെ കാര്യം മകനോട് പറഞ്ഞു. അല്ലാഹു തആലയുടെ കൽപ്പനയ്ക്ക് വിധേയനാകാൻ ഇസ്മായിൽ അലൈഹിസ്സലാം തയ്യാറായി. എന്നാൽ മകന് പകരം ഒരാടിനെ അറുക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആടിനെ അറുത്തു. ബലിപെരുന്നാളിന് നാം നടത്തുന്ന ഉളഹിയത്തിൽ ആ സ്മരണ പുതുക്കലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ വഹിയിൻ്റെ ഭാഗമായ സ്വപ്നം, നബിമാരുടെ സ്വപ്നം അത് വഹിയിൻ്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ സ്വപ്നത്തെക്കുറിച്ച് മകനായ ഇസ്മായിലിനോട് പറഞ്ഞപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അതിന് തയ്യാറായി. എന്നാൽ അല്ലാഹു തആല മകന് പകരം ഒരാടിനെ അറുക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ആടിനെ അറുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറായതിൻ്റെ ആ ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് ബലിപെരുന്നാളിന് നാം ഉളുഹിയത്ത് കർമ്മം നടത്തുന്നത്. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഉമ്മാമയോടൊപ്പം ആയിഷയും തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് പെരുന്നാൾ ദിവസത്തിൽ നാം ചൊല്ലാറുള്ള തക്ബീറാണത്. മാഉ സംസമ ലിമാ ശുരിബ ലഹു, എന്തുദ്ദേശം വെച്ചാണോ കുടിച്ചത് സംസം അതിനുള്ളതാണ്. സംസം വെള്ളം നമ്മൾ എന്തുദ്ദേശം വെച്ചാണോ കുടിച്ചത്, ഹലാലായ എന്തുദ്ദേശം വെച്ച് കുടിച്ചാലും സംസം വെള്ളം അതിനുള്ളതാണ്. നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രിബാത്ത് നോക്കാം. നഖ്റ വനഫഹം, വായിക്കാം മനസ്സിലാക്കാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഖലീലുള്ള എന്നുള്ളതിൻ്റെ ഇബ്രാഹിം നബിയുടെ പേരാണത്. ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ, ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ, സംസം മക്കയിലെ കഅബ ഷരീഫക്കടുത്തുള്ള പുണ്യജലം, സഫ മർവ കഅബ ഷരീഫക്കടുത്തുള്ള 2 മലകൾ, തക്ബീർ അല്ലാഹു അക്ബർ, ഉളുഹിയത്ത് ബലി.
2 നഖ്റഉ വനൻസഖ് വായിക്കാം എഴുതാം. അല്ലാഹു അക്ബർ തക്ബീറാണ്, അതവിടെ വൃത്തിയായിട്ട് എഴുതാം. 3 നുഇദ് മുദക്കിറ ബലി പെരുന്നാൾ ആഘോഷത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. അതിൻ്റെ ഉത്തരം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എഴുതാം. ഒരു മാതൃക ഇവിടെ എഴുതിയിട്ടുണ്ട്. ബലി പെരുന്നാൾ ലോക മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ആദ്യത്തെ പുത്രനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബലിയറുക്കാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലി പെരുന്നാൾ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ബലി പെരുന്നാൾ എന്ന് പേര് വന്നത്. ഇതിൻ്റെ പ്രതീകമായി മുസ്ലിം മതവിശ്വാസികൾ അന്നേ ദിവസം അള്ളാഹുവിൻ്റെ പ്രീതിക്കായി മൃഗങ്ങളെ ബലി നടത്താറുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ നുജിബ് 1 ഉത്തരം എഴുതുക. 1 ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേര് ഖലീലുള്ള. 2ാമത്തെ ക്വസ്റ്റ്യൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മ ആരാണ്? അതിൻ്റെ ഉത്തരം ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. 3ാമത്തെ ക്വസ്റ്റ്യൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സ്വപ്നത്തിലൂടെ അല്ലാഹു തആല എന്താണ് കൽപ്പിച്ചത്? അതിൻ്റെ ഉത്തരം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചതായി ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു. 4ാമത്തെ ക്വസ്റ്റ്യൻ ബലി പെരുന്നാളിന് നാം നടത്തുന്ന ഉളഹിയത്തിൽ ആ സ്മരണ പുതുക്കലുണ്ട്. ഏത് സ്മരണ? മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറായപ്പോൾ ഒരാടിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആടിനെ അറുത്തു. 5ാമത്തെ ക്വസ്റ്റ്യൻ നംല ഉൽ ഫറ പൂരിപ്പിക്കുക. 1 നബിമാരുടെ സ്വപ്നം ഡേഷിൻ്റെ ഭാഗമാണ്. ഉത്തരം വഹ്യ്. 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആ ഡേഷ് സ്വീകരിച്ചു. അല്ലാഹു തആല. 3 ഹാജർ ബീവി ഡേഷ് ഇടയിലോടി. സഫ മർവയുടെ ഇടയിൽ. സഫ മർവയുടെ. 4 സംസം കിണർ ഡേഷിൻ്റെ അടുത്താണ്. കഅബ. ഉത്തരം കഅബ. 5 സംസം മനുഷ്യർക്ക് ഡേഷ് നൽകുന്നു. ശമനം നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നക്തുബു മഖാലത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എഴുതാനാണത്. അതിൻ്റെ ഉത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഒരുപാട് എഴുതാണ്ട് നമ്മൾ കുറച്ച് വളരെ ചുരുക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രവാചകനായ ഇസ്മായിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മൂത്ത പുത്രനാണ്. ഖലീലുല്ലാഹി അള്ളാഹുവിൻ്റെ സുഹൃത്ത് എന്നാണ് ഇബ്രാഹിം നബിയെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിലിൻ്റെയും ത്യാഗത്തിൻ്റെ ഓർമ്മക്കാണ് നാം ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.